ഇറങ്ങൂ. അത് വേണോ? ഇപ്പം വിട്ടാൽ നേരെ ക്ലബിൽ ചെന്ന് കയറാം. പ്ലീസ് ഒന്ന് കയറിയിട്ട് പോവാം. വരൂ. ഓക്കെ. വരൂന്നേ. ഗുഡ് ഈവനിങ്. അകത്തേക്കിരിക്കാം. ഇത് പ്രോബ്ലം? ഏയ്, ഒരാളുടെ രീതി അനുസരിച്ച് മറ്റുള്ളവർക്ക് മാറാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോ വരാം. ആദിത്യ മര്യാദയും അറിഞ്ഞു കാണില്ല എവിടുന്നും. ആഷ്ട്രേ, ഇവിടെ ഇതാരാ യൂസ് ചെയ്യുന്നത്? ആരുമില്ല, ഞാൻ വാങ്ങിച്ചു. വേണ്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു. എന്തിനാ വെറുതെ ആളുകളെ കൊണ്ട് പറയിക്കാൻ ഓരോന്ന് ചെയ്യുന്നേ? എല്ലാവരും ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്നത്. അവര് വിചാരം വേണ്ടേ? കാണിച്ച് കാണിച്ച് എന്തു ആവാന്നാ. ചായ വേണം? ഒന്നു മതി, മധുരാധികം വേണ്ട. അമ്മയോട് ഞാൻ അധികം സംസാരിക്കാറില്ല. അമ്മ ആരോടും. ആളുകൾ ജീവിക്കാൻ വേണ്ടി സൈലന്റ് ആയിട്ടുള്ള ഏരിയ തേടി നടക്കുന്നു. ചിലര് ബഹളങ്ങൾക്കിടയിൽ സൈലൻസ് ഉണ്ടാക്കുന്നു. എക്സാക്ട്ലി. വാചകങ്ങൾക്ക് ഒന്നുകൂടി മൂർച്ചയുണ്ട് തനിക്കിപ്പോ. ഈ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കും അല്ലേ? യെസ്, ഈ അന്തരീക്ഷം ചിലപ്പോൾ ഞാൻ ആസ്വദിക്കാറുണ്ട്. അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുമെങ്കിൽ. എന്നെ അമ്മ തിരിച്ചറിഞ്ഞാൽ എന്താ? നിങ്ങൾ എന്താണ്, ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നൊക്കെ അമ്മയോടൊന്ന് വിശദീകരിക്കണം. അതോടെ തീരും എല്ലാം. എന്താ, ഇപ്പൊ തന്നെ പറയട്ടെ? നോ, അവര് വെറുതെ. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് അമ്മയുടെ ടെൻഷനല്ല, നിങ്ങളുടെ ടെൻഷനാണ്. എന്തായാലും രസമുണ്ട് വല്ലപ്പോഴുമെങ്കിലും നിങ്ങളെ ഈ ഒരു അവസ്ഥയിലൊന്ന് കാണാൻ. താങ്ക് യു.
ചായ കൊള്ളാമോ? എനിക്കങ്ങനെ ഒന്നിൻ്റെയും ടേസ്റ്റ് തിരിച്ചറിയാറില്ല. ഓക്കെ, ഇനി നമ്മൾ കൂടുതൽ സംസാരിക്കുന്നുണ്ടോ? ഇന്നിനി വേണമെന്നില്ല, ഞാൻ വിളിക്കാം. ഓക്കെ, ബൈ. എഴുന്നേക്ക്. എഴുന്നേൽക്കാൻ. ഇനി നീ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ചടഞ്ഞിരിക്കേണ്ടവളല്ല. ഇപ്പൊ നീയാണ് കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത്. നിന്നെ പരിഹസിച്ചവർക്ക് മുന്നിൽ നീ അയാളെ കൊണ്ടുവന്നു. നീ പറയുന്നതെല്ലാം അയാൾ ഇപ്പോൾ അനുസരിക്കും, ഒരടിമയെപ്പോലെ. അന്ന് നീ അയാളെ പേടിച്ചു, ലോകത്തെ മുഴുവൻ പേടിച്ചു. ഇനി അത് തിരിച്ചാകണം. അയാള് നിന്നെ പേടിക്കണം. ഇത് നിന്റെ ജയമാണ്, അല്ലേ? അല്ലേ? അതെ. എന്റെ മനസ്സ് തണുക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്താ സർ? ഞാൻ വേറൊരു അർത്ഥത്തിൽ പറയുന്നതായിട്ട് ഗണേശന് തോന്നരുത്. തന്നെ ഒരു നല്ല ഫ്രണ്ടായി ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാറ് പറഞ്ഞോളൂ. ഗംഗ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫാണ്. ഗംഗയുടെ പേഴ്സണൽ മാറ്റേഴ്സ് ഞാൻ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിങ്ങൾ എത്ര നിർബന്ധിച്ചിട്ടും ഗംഗ വിവാഹത്തിന് സമ്മതിക്കാത്ത എന്താണെന്ന് ഗണേശൻ ചിന്തിച്ചിട്ടുണ്ടോ? സാർ, അത് ഗംഗയ്ക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടോ? എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഉണ്ട്. ഗംഗ സദാസമയവും ഒരാളുമായി നഗരം മുഴുവൻ ചുറ്റുന്നുണ്ട്. ഞാനവരെ കണ്ടു. അയാൾ ചെറുപ്പമൊന്നുമല്ല. അല്ല, ഇനി നിങ്ങളുടെ ബന്ധത്തിലാരെങ്കിലും? അങ്ങനെ ആരുമില്ല സാർ. എങ്കിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. സമീപകാലത്ത് ഗംഗയുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു ടോട്ടൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഗണേശ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മ പറഞ്ഞു. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സിറ്റിയുടെ സ്വഭാവം ഗണേശൻ അറിയാമല്ലോ. ഇവിടെ സ്ത്രീയും പുരുഷനും തമ്മിൽ പലതരം റിലേഷൻസ് ഉണ്ട്. ചിലത് ഹോബിയായും വേറെ ചില പ്രത്യേക താല്പര്യങ്ങളെ മുൻനിർത്തിയും. അത്തരത്തിൽ ഏതായാലും നിങ്ങളെപ്പോലെ മാന്യമായൊരു കുടുംബത്തിന് അത് നന്നാവില്ല. എനിക്ക് മനസ്സിലാവും സാർ. തെറ്റായ വഴിയിലേക്ക് വീണുപോകുന്ന പല പെൺകുട്ടികളും അവസാനം വിരൽ ചൂണ്ടുക അച്ഛനിലേക്കും സഹോദരനിലേക്കുമാണ്. അവർ കാര്യക്ഷമത കാണിച്ചില്ല എന്ന്. ആ ഒരു കുറ്റപ്പെടുത്തൽ ഗണേശനെ പോലെ ഒരാൾക്ക് നേരെ ഉണ്ടാകരുത്, ഗംഗയിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാർ, അവൾ ജോലിയുള്ള പെൺകുട്ടിയാണ്. അത്യാവശ്യം ലോകത്തെ വേർതിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സംസാരിക്കാറില്ല. സാധാരണ ഒരു സഹോദരനും സഹോദരനും തമ്മിലുള്ള അടുപ്പം ഞങ്ങൾ തമ്മിലില്ല എന്നതാണ് വാസ്തവം. എന്ന് കരുതി അവൾ എന്തു ആയിക്കോട്ടെ എന്നുള്ള ചിന്താഗതി എൻ്റെ ഭാഗത്തു നിന്നില്ല. ഞാൻ ചോദിക്കാം സാർ. ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഗണേശൻ ഗംഗയുടെ കാര്യത്തിൽ മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കൂ. ലോകകാര്യങ്ങൾ അറിയാൻ മനോബലമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ആഫ്റ്റർ ഓൾ ഗംഗ ഒരു പെണ്ണാണ്. അബദ്ധങ്ങൾ സംഭവിക്കരുതല്ലോ. ഗണേശനെ ഞാൻ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട സാർ. എങ്കിൽ ഞാൻ വരട്ടെ. ഗണേശൻ ഇത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഓക്കെ. ഗണേശ, എന്താ നീ കാണിക്കുന്നേ? പിന്നെന്താ ചെയ്യണ്ടേ? എല്ലാം കൂടി വലിച്ചു പൊളിച്ചിട്ട് കത്തിക്കണം, അതാ വേണ്ടത്. അടച്ചുമൂടി ഇരിക്കട്ടെ അവള്. ഇനി അമ്മയ്ക്കും എനിക്കൊക്കെ അത് തന്നെ ഗതി. പെങ്ങളുടെ കല്യാണം നടക്കാത്തത് എന്താ ഗണേശെന്ന് മാന്യമായി ചോദിച്ചിരുന്നവര് ഇതിനെ എങ്ങനെയും കെട്ടിച്ചൂടെന്ന് അറപ്പോടെയാ ചോദിക്കുന്നത്. ആരുടെയൊക്കെ കൂടെ അഴിഞ്ഞാടി എന്താ ഉദ്ദേശം എന്ന് അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. പൊട്ടിപ്പോയത് എന്തൊക്കെയാന്ന് വെച്ചാൽ മാറ്റി വായിച്ചോ. പിടിക്കാൻ നിൽക്ക. ഇപ്പൊ ഇതൊക്കെ വലിച്ചെറിഞ്ഞതുപോലെ ഇതുവരെ വലിച്ചെറിഞ്ഞിരുന്നതും തകർത്തിരുന്നതും എന്റെ മനസ്സാ. ഒരു കാരുണ്യം കാണിച്ചിട്ടില്ല എന്നോട്. ശാസിക്കലും ബഹളം വെക്കലും മാത്രമാണ് ഒരു ഏട്ടന്റെ ഡ്യൂട്ടിയെങ്കിൽ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. സ്നേഹം, കരുണ, ദയ അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? രക്ഷിക്കണം, എന്നാലേ ശിക്ഷിക്കാനുള്ള അവകാശം ഉണ്ടാവുള്ളൂ. ഈ വലിച്ചെറിഞ്ഞു പൊട്ടിച്ച സാധനങ്ങൾക്കൊന്നും നാവില്ല, പക്ഷേ എനിക്ക് നാവുണ്ട്.